10ാം ക്ലാസ്സിലെ ജോഗ്രഫി ഫസ്റ്റ് ചാപ്റ്റർ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന പാഠത്തിലെ അടുത്ത ഭാഗം നോക്കാം. പേജ് നമ്പർ 24. കാറ്റുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി മൗണ്ടെയിൻ ബ്രീസ് ആൻഡ് വാലി ബ്രീസസ്, പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും. ഡ്യൂറിംഗ് നൈറ്റ് എയർ അലോങ് ദി മൗണ്ടെയിൻ സ്ലോപ്സ് കൂൾസ്, contracts and moves down slope. These winds are called mountain breezes. രാത്രികാലങ്ങളിൽ പർവ്വതച്ചെരിവിലെ വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നതാണ് പർവ്വതക്കാറ്റ് അഥവാ മൗണ്ടെയിൻ ബ്രീസ്. During daytime, the heating by sunlight and rising up of air along the mountain slopes make the wind to blow up slow from the valley. These winds are called valley breezes. പകൽ സൂര്യതാപമേറ്റ് പർവ്വതച്ചെരിവിലെ വായു വികസിച്ചുയരുന്നത് താഴ്വരയിൽ നിന്നും പർവ്വത മുകളിലേക്ക് കാറ്റ് വീശുന്നതിന് കാരണമാക്കുന്നു. ഇതാണ് വാലി ബ്രീസ് അഥവാ താഴ്വരക്കാറ്റ്. മൺസൂൺ വിൻസ്, മൺസൂൺ കാറ്റുകൾ. The term monsoon implies the seasonal reversal in the wind pattern. During summer, the South Asian land masses, especially the Indian subcontinent, gets heated up intensely and severe low pressure develops. Wind blows towards the land mass from the Indian Ocean where comparatively high pressure prevails. These winds blowing are southwest winds due to Coriolis effect causes widespread rainfall on entering the land. This is southwest monsoon. കാറ്റിൻ്റെ കാലികമായ ദിശാവ്യതിയാനമാണ് മൺസൂൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉഷ്ണകാലത്ത് ദക്ഷിണേഷ്യൻ വൻകര, പ്രത്യേകിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡം വൻതോതിൽ ചൂട് പിടിക്കുന്നതിനാൽ ശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. താരതമ്യേന ഉയർന്ന മർദ്ദമുള്ള ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും മർദ്ദം കുറഞ്ഞ വൻകര ഭാഗത്തേക്ക് കാറ്റ് വീശുന്നു. കോറിയോലിസിസ് പ്രഭാവത്താൽ തെക്ക് പടിഞ്ഞാറ് നിന്നും വീശുന്ന ഈ കാറ്റുകൾ കരയിൽ പ്രവേശിക്കുന്നതോടെ പലയിടങ്ങളിലും വ്യാപകമായ മഴ ലഭിക്കുന്നു. ഇതാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ അഥവാ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. സൗത്ത് വെസ്റ്റ് മൺസൂൺ. During winter, as the northern land masses get severely cooled, high pressure develops over North India. This causes the winds to blow continuously from the land towards the Indian Ocean as northeast winds. These winds, which are generally dry in nature, are called northeast monsoon winds. ശൈത്യകാലത്ത് ദക്ഷിണേഷ്യ ഉൾപ്പെടുന്ന ഉത്തര വൻകര ഭാഗങ്ങൾ കൊടും ശൈത്യത്തിൻ്റെ പിടിയിലമരുന്നതിനാൽ ഉത്തരേന്ത്യയ്ക്കു മുകളിൽ ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. ഇതിനാൽ കരയിൽ നിന്നും ഇന്ത്യൻ സമുദ്രത്തിലേക്ക് വടക്കു കിഴക്ക് ദിശയിൽ നിന്നും തുടർച്ചയായി കാറ്റ് വീശുന്നു. പൊതുവെ ഈർപ്പരഹിതമായ ഈ കാറ്റുകളെ വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ അഥവാ നോർത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് എന്ന് വിളിക്കുന്നു. ഒബ്സർവ് ദി ഡയഗ്രാം ടു ഫെമിലറൈസ് ദി ഡയറക്ഷൻ ഓഫ് മൺസൂൺ വിൻസ്. ചിത്രം നോക്കിയിട്ട് മൺസൂൺ കാറ്റുകളുടെ സഞ്ചാരഗതി മനസ്സിലാക്കുക. നെക്സ്റ്റ്, ലോക്കൽ വിൻസ്, പ്രാദേശിക വാദങ്ങൾ. ലോക്കൽ വിൻസ് ആർ വിൻസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ലോക്കൽ ഡിഫറൻസസ് in temperature and pressure in different parts of the world. Most of the local winds are periodic in nature. These winds are known by local regional names. Details regarding a few such local winds are given in the table. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ അഥവാ ലോക്കൽ വിൻസ് എന്നറിയപ്പെടുന്നത്. പ്രാദേശികവാദങ്ങളിലേറെയും കാലികമാണ്. അതാത് പ്രാദേശിക
നാമങ്ങളിലാണ് ഈ കാറ്റുകൾ അറിയപ്പെടുന്നത്. ചില പ്രാദേശിക വാദങ്ങളെ സംബന്ധിച്ച വസ്തുതകളാണ് ചുവടെയുള്ള പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. ലോക്കൽ വിൻഡ്സ് റീജിയൻ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് പ്രാദേശിക വാദങ്ങൾ വീശുന്ന പ്രദേശം സവിശേഷതകൾ. ഇത്രയുമാണ് കൊടുത്തിരിക്കുന്നത്. ലൂ, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ഹോട്ട് വിൻഡ്. ലൂ എന്ന് പറയുന്ന പ്രാദേശിക വാദം ഉത്തരേന്ത്യൻ സമതലത്തിലാണ് വീശുന്നത്. അതിൻ്റെ പ്രത്യേകത ഉഷ്ണക്കാറ്റാണ്. ചിനൂക്ക്, സ്ലോപ്സ് ഓഫ് റോക്കി മൗണ്ടൻസ് ഇൻ നോർത്ത് അമേരിക്ക, ഡ്രൈ ഹോട്ട് വിൻഡ്. ചിനൂക്ക് എന്നറിയപ്പെടുന്ന ലോക്കൽ വിൻഡ്സ് അഥവാ പ്രാദേശിക വാദം വീശുന്ന പ്രദേശം എന്ന് പറയുന്നത് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതച്ചെരിവാണ്. അതിൻ്റെ സവിശേഷത ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വരണ്ട ഉഷ്ണക്കാറ്റാണ്. ഫോൻ, ലോക്കൽ വിൻഡ്സ് ഫോൻ, സ്ലോപ്സ് ഓഫ് ആൽപ്സ് മൗണ്ടൻ ഇൻ യൂറോപ്പ്, ഡ്രൈ ഹോട്ട് വിൻഡ്. ഫൺ എന്നറിയപ്പെടുന്ന ലോക്കൽ വിൻഡ്സ് അഥവാ പ്രാദേശികവാദം യൂറോപ്പിലെ ആൽപ്സ് പർവ്വതച്ചെരിവിലാണ് വീശുന്നത്. അതിൻ്റെ പ്രത്യേകതയും ഡ്രൈ ഹോട്ട് വിൻഡാണ്, വരണ്ട ഉഷ്ണക്കാറ്റാണ്. നെക്സ്റ്റ് ഹർമാറ്റൻ, സഹാറ ഡെസേർട്ട് ഇൻ ആഫ്രിക്ക, റിലീഫ് ടു ഇൻറ്റൻസ് ഹീറ്റ്. അതായത് ഹർമാറ്റൻ പ്രാദേശികവാദം ലോക്കൽ വിൻഡ്സ് വീശുന്നത് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിലാണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് കൊടും ചൂടിന് ശമനമേകുന്നു, റിലീഫാകുന്നു, ആശ്വാസമാകുന്നു. നെക്സ്റ്റ് പേജ് വേരിയബിൾ വിൻഡ്സ്, അസ്ഥിരവാദങ്ങൾ. വിൻഡ്സ് ഓഫ് ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് വിച്ച് ദി ഇൻറ്റൻസിറ്റി ഓർ ഡയറക്ഷൻ കനോട്ട് ബി predicted are called variable winds. Cyclones and anticyclones belongs to this category. അതായത് അസ്ഥിരവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്രസ്വകാലം മാത്രം, അതായത് വളരെ ചുരുങ്ങിയ കാലം മാത്രം നിലനിൽക്കുന്നതും ശക്തിയോ ദിശയോ പ്രവചിക്കാനാകാത്തതുമായ കാറ്റുകളാണ് വേരിയബിൾ വിൻഡ്സ് അഥവാ അസ്ഥിരവാദങ്ങൾ. ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളും ഈ ഗണത്തിൽ പെടുന്നു. സൈക്ലോൺസും ആൻറ്റിസൈക്ലോൺസും എല്ലാം ഈ ഗണത്തിൽ പെടുന്നു. സൈക്ലോൺസ്, ചക്രവാതങ്ങൾ. Cyclones are low pressure systems towards which winds whirl from the surroundings. Even if the cyclones developed over the tropical region are comparatively lesser in diameter, they are devastating than temperate cyclones. Tropical cyclones originate over tropical oceans. The tropical cyclones moving in northwest direction over the oceans get dissipated on hitting the lands. Different temperature conditions prevailing on land and also the friction causes the dissipation of cyclones on entering land. The tropical cyclones cause intense rainfall and strong whirlwinds along the coasts. They are known by different names in different parts of the world, such as hurricanes, typhoons, willies, tornadoes, etc. ന്യൂനമർദ്ദ കേന്ദ്രങ്ങളിലേക്ക് ചുറ്റുപാടുകളിൽ നിന്നും ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥകളാണ് ചക്രവാതങ്ങൾ അഥവാ സൈക്ലോൺസ്. ഉഷ്ണമേഖലയിൽ രൂപം കൊള്ളുന്ന ചക്രവാതങ്ങൾക്ക് മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങളെ അപേക്ഷിച്ച് വ്യാപ്തി കുറവാണെങ്കിലും കൂടുതൽ വിനാശകാരികളാണ്. ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങൾക്ക് മുകളിലാണ് ഉഷ്ണമേഖല ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ വടക്കു പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്ന ഉഷ്ണമേഖല ചക്രവാതങ്ങൾ തീരം തൊടുന്നതോടെ നിർജീവമാകുന്നു. കരയിലെ താപ സാഹചര്യങ്ങൾ കടലിൽ നിന്നും വ്യത്യസ്തമായതും കരയിൽ ഘർഷണം കൂടുതലായതുമാണ് ഉഷ്ണമേഖല ചക്രവാതങ്ങൾ കരയിൽ കയറുന്നതോടെ നിർജീവമാകാൻ കാരണം. തീരപ്രദേശങ്ങളിൽ അതിശക്തമായ ചുഴലിക്കാറ്റുകൾക്കും മഴയ്ക്കും കാരണമാകുന്ന ഉഷ്ണമേഖല ചക്രവാതങ്ങളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹരിക്കെയിൻസ്, ടൈഫൂൺസ്, വില്ലീസ്, ടൊർണാഡോ,
തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു. Temperate cyclones are formed in temperate regions where warm and cold air masses meet. Even if the temperate cyclones are larger in diameter, they are less devastating. Unlike the tropical cyclones, these low pressure systems can move over land also. മിതോഷ്ണ മേഖലയിൽ ഉഷ്ണവായുവും ശീതവായുവും സന്ധിക്കുന്ന വാതമുഖങ്ങളിലാണ് മിതോഷ്ണ മേഖല ചക്രവാതങ്ങൾ രൂപപ്പെടുന്നത്. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെ അപേക്ഷിച്ച് മിതോഷ്ണ ചക്രവാതങ്ങളുടെ വ്യാപ്തി കൂടുതലാണെങ്കിലും ഇത് വിനാശകാരികളല്ല. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തരം ന്യൂനമർദ്ദ വ്യവസ്ഥകൾക്ക് വൻകരകൾക്ക് മുകളിലൂടെയും നീങ്ങാൻ കഴിയുന്നു. The direction of flow of air into the cyclones are anti-clockwise in the northern hemisphere and clockwise in the southern hemisphere. ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങളിലെ വായുപ്രവാഹം എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലുമാണ്. നെക്സ്റ്റ് പേജ് ഒരു ക്വസ്റ്റ്യൻ ആണ്. കമ്പയർ ദി ട്രോപ്പിക്കൽ സൈക്ലോൺസ് വിത്ത് ടെമ്പറേറ്റ് സൈക്ലോൺസ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്. ഉഷ്ണമേഖല ചക്രവാതങ്ങളെ മിതോഷ്ണ ചക്രവാതങ്ങളുമായി താരതമ്യം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ആൻറ്റി സൈക്ലോൺസ് പ്രതിചക്രവാതം. ആൻറ്റി സൈക്ലോൺസ് ആർ ഹൈ പ്രഷർ സിസ്റ്റംസ് ഫ്രം വിച്ച് winds whirl outwards. Generally, anticyclones do not cause atmospheric disturbances. The direction of flow of winds from anticyclones is clockwise in the northern hemisphere and anti-clockwise in the southern hemisphere. ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തേക്ക് കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥകളാണ് പ്രതിചക്രവാതങ്ങൾ അഥവാ ആൻറ്റി സൈക്ലോൺസ്. ഇത് കാര്യമായ അന്തരീക്ഷ പ്രക്ഷുബ്ധതകളൊന്നും സൃഷ്ടിക്കാറില്ല. ഉത്തരാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലുമാണ് പ്രതിചക്രവാതത്തിൽ അഥവാ ആൻറ്റിസൈക്ലോൺസിൽ കാറ്റ് വീശുന്നത്. You have understood how the variability in sunshine at various places and at times leads to the air movements and circulations. Another weather element caused by solar energy is the atmospheric humidity. Let's discuss some important facts regarding atmospheric humidity. ഭൂമിയിൽ ഓരോ പ്രദേശത്തും ഓരോ കാലത്തും ലഭ്യമാകുന്ന സൗരോർജം അതാത് പ്രദേശങ്ങളിലെ വായുചലനങ്ങൾക്ക് കാരണമാകുന്നത് എങ്ങനെയെന്ന് മനസ്സിലായില്ലേ? സൗരോർജത്തിൻ്റെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന മറ്റൊരു പ്രധാന ദിനാന്തരീക്ഷ ഘടകമാണ് അന്തരീക്ഷ ആർദ്രത അഥവാ അറ്റ്മോസ്ഫറിക് ഹ്യൂമിഡിറ്റി. അന്തരീക്ഷ ആർദ്രതയുമായി ബന്ധപ്പെട്ട ചില പ്രധാന വസ്തുതകൾ നമുക്ക് നോക്കാം. ഹ്യൂമിഡിറ്റി, ആർദ്രത. You might have noticed that water rises as water vapor on heating. As a result of heating by sunlight, water from different sources on the earth's surface turns to water vapor and reaches the atmosphere in different quantities. ജലം ചൂടാക്കുമ്പോൾ നീരാവിയായി ഉയർന്നു പോകുന്നത് കണ്ടിട്ടില്ലേ? സമാനമായി അതുപോലെ സൂര്യതാപമേറ്റ് ഭൂമിയുടെ ഉപരിതലത്തിലെ എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്നും വ്യത്യസ്ത അളവിൽ ജലം ബാഷ്പമായിട്ട് അന്തരീക്ഷത്തിലെത്തുന്നു. നെയിം ദി പ്രോസസ് ബൈ വിച്ച് വാട്ടർ ടേൺസ് ടു വാട്ടർ വേപ്പർ. ജലം നീരാവിയായി മാറുന്ന പ്രക്രിയയെ എന്ത് വിളിക്കുന്നു? എന്താണ് വിളിക്കുന്നത്? സയൻസിൽ പഠിച്ചിട്ടുണ്ടല്ലേ? ഇവാപ്പറേഷൻ അഥവാ ബാഷ്പീകരണം എന്നാണ് ജലം നീരാവിയായി മാറുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേര്.
Water vapor remains invisible in the atmosphere. The invisible water content in the atmosphere is called humidity. ജലബാഷ്പം അദൃശ്യമായി അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്നു. അന്തരീക്ഷത്തിൽ അദൃശ്യമായി നിലകൊള്ളുന്ന ജലാംശത്തെ അന്തരീക്ഷ ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് പേജ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ആർ ദി സോഴ്സസ് ത്രൂ വിച്ച് വാട്ടർ വേപ്പർ റീച്ചസ് അറ്റ്മോസ്ഫിയർ? ഏതെല്ലാം സ്രോതസ്സുകളിൽ നിന്നാണ് അന്തരീക്ഷത്തിലേക്ക് ജലബാഷ്പം എത്തുന്നത്? ഏതെല്ലാം സ്രോതസ്സുകളിൽ നിന്നാണ്? സമുദ്രത്തിലെയും തടാകങ്ങളിലെയും നദികളിലെയൊക്കെ വെള്ളങ്ങൾ സൂര്യൻ്റെ ചൂടേറ്റ് ആവിയായിട്ട് അന്തരീക്ഷത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നെ സസ്യങ്ങളുടെ ഇലകളിലൂടെ അന്തരീക്ഷത്തിലേക്ക് നീരാവി പുറന്തള്ളുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ്? മഞ്ഞൊക്കെ ഉരുകിയിട്ട് നീരാവിയായി മാറുന്നു. അവയും അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പ്രസന്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. അതായത് നിശ്ചിത വ്യാപ്തം അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള അന്തരീക്ഷ ജലത്തിൻ്റെ യഥാർത്ഥ അളവിനെയാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി അഥവാ കേവല ആർദ്രത എന്ന് വിളിക്കുന്നത്. അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി വേരിയസ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ഡിപ്പെൻഡിങ് ഓൺ ദി ടെമ്പറേച്ചർ ആൻഡ് അവൈലബിലിറ്റി ഓഫ് വാട്ടർ. ദർ ഈസ് എ ലിമിറ്റ് ടു the amount of water vapor that the atmosphere can hold at a particular temperature. The ratio between the actual amount of water present in the atmosphere and the total water holding capacity of atmosphere at that particular temperature and time is referred to as relative humidity. It is expressed in percentage. ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ജലബാഷ്പത്തിന് ഒരു പരിധിയുണ്ട്. ഒരു നിശ്ചിത സമയത്ത് നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള ജലത്തിൻ്റെ യഥാർത്ഥ അളവും ആ നിർണായക ഊഷ്മാവിൽ വായുവിന് ആകെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ജലാംശവും തമ്മിലുള്ള അനുപാതത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അഥവാ ആപേക്ഷിക ആർദ്രത എന്ന് വിളിക്കുന്നു. ഇത് ശതമാനത്തിലാണ് കണക്കാക്കുന്നത്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ബൈ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഇൻറ്റു 100. ആപേക്ഷിക ആർദ്രത ഈക്വൽ കേവല ആർദ്രത ബൈ അന്തരീക്ഷത്തിൻ്റെ ആകെ ജലാകരണ ശേഷി ഇൻറ്റു 100. ഹൈഗ്രോമീറ്റർ ആൻഡ് വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. ഹൈഗ്രോമീറ്ററും വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററും. Hygrometer is the instrument used to measure atmospheric humidity. Relative humidity can be estimated based on the difference in temperature recorded in wet and dry bulb thermometers. അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററിൽ രേഖപ്പെടുത്തുന്ന താപവ്യത്യാസം ഉപയോഗപ്പെടുത്തിയും ഈ അന്തരീക്ഷ ആർദ്രത കണക്കാക്കാം. Measure the relative humidity every day for a particular period by using the wet and dry bulb thermometer in the school weather station or social science lab and prepare a table. സാമൂഹ്യശാസ്ത്ര ലാബിലെ അല്ലെങ്കിൽ സ്കൂൾ വെതർ സ്റ്റേഷനിലെ വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ ഉപയോഗിച്ച് നിശ്ചിത കാലയളവിൽ ദൈനംദിന ആപേക്ഷിക ആർദ്രത കണക്കാക്കി പട്ടികപ്പെടുത്തുക. The state at which the atmosphere is fully saturated with moisture or water vapor is known as saturation level, and the temperature at which this level is attained is termed as saturation point. When the atmosphere is fully saturated with water vapor, condensation begins. അന്തരീക്ഷം പൂർണ്ണമായും ജലപൂരിതമാകുന്ന അവസ്ഥയെ പൂരിതാവസ്ഥ അഥവാ സാച്ചുറേഷൻ ലെവൽ എന്നും അന്തരീക്ഷം ജലപൂരിതമാകുന്ന നിർണായക ഊഷ്മാവിനെ പൂരിതാങ്ക സാച്ചുറേഷൻ പോയിന്റ് എന്നും വിളിക്കുന്നു. അന്തരീക്ഷം ജലപൂരിതമാക്കുന്നതോടെ ഘനീകരണം
ആരംഭിക്കുന്നു അഥവാ കണ്ടൻസേഷൻ ആരംഭിക്കുന്നു. നെക്സ്റ്റ് പേജ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അറ്റ് ദി സാറ്റുറേഷൻ ലെവൽ വാട്ട് മേ ബി ദി റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇൻ പെർസെൻറ്റേജ്? പൂരിത അവസ്ഥയിൽ ആപേക്ഷിക ആർദ്രത എത്ര ശതമാനമായിരിക്കും? ആൻസർ 100%, 100% ആയിരിക്കും. വാട്ട് ഈസ് കണ്ടൻസേഷൻ? എന്താണ് ഘനീകരണം? The atmospheric moisture is visible only when the water vapor condenses to form tiny droplets of water. Different forms of condensation are shown in the pictures given below. അതായത് എന്താണ് കണ്ടൻസേഷൻ അഥവാ ഘനീകരണം? അന്തരീക്ഷ ജലാംശം ഘനീഭവിച്ച് ജലകണികകളായി മാറുമ്പോൾ മാത്രമാണ് അന്തരീക്ഷത്തിലെ ജലസാന്നിധ്യം നമുക്ക് ദൃശ്യമാകുന്നത്. ഘനീകരണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഡ്യൂ, ഫ്രോസ്റ്റ്, മിസ്റ്റ് ആൻഡ് ഫോഗ്, ക്ലൗഡ്, തുഷാരം, ഹിമം, മൂടൽമഞ്ഞ്, മേഘം. ഡ്യൂ അഥവാ തുഷാരം എന്താണെന്ന് നോക്കാം. ഡ്യൂറിംഗ് ദി നൈറ്റ് ആസ് ദി എർത്ത് സർഫേസ് കൂൾസ് ഡൗൺ, ദി അറ്റ്മോസ്ഫിയർ ക്ലോസ് ടു ദി എർത്ത് സർഫേസ് ഓൾസോ കൂൾസ്. ദി വാട്ടർ വേപ്പർ കണ്ടൻസസ് ടു ഫോം ടൈനി ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ which may cling on to the grass tips, leaf blades as well as other cold surfaces. രാത്രി കാലത്ത് ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു. നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായി പുൽക്കൊടികളിലും ഇലകളിലും മറ്റ് തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിക്കുന്നു. ഇതിനെയാണ് ഡ്യൂ അഥവാ തുഷാരം എന്ന് പറയുന്നത്. ഡ്യൂ ഡ്രോപ്സ് എന്ന് കേട്ടിട്ടില്ലേ? അതായത് രാത്രി മഴയുള്ള സമയത്തും നല്ല മഞ്ഞുള്ള സമയത്തൊക്കെ രാവിലെ ഈ പുല്ലുകളിലും ചെടികളിൽ പൂക്കളിലും എല്ലാം ഇങ്ങനെ വെള്ളത്തുള്ളികളൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാനായിട്ട് കഴിയും. ഫ്രോസ്റ്റ് അഥവാ ഹിമം എന്താണെന്ന് നോക്കാം. Whenever the atmospheric temperature falls below 0 degrees Celsius, especially during nights, tiny crystals of ice are formed instead of dew. അന്തരീക്ഷ താപനില 0 ഡിഗ്രി അതായത് 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ, ഈ തുഷാരത്തിൻ്റെ സ്ഥാനത്ത് അഥവാ ഡ്യൂവിൻ്റെ സ്ഥാനത്ത് നേർത്ത ഹിമ കണികകൾ രൂപം കൊള്ളുന്നു. ഇതിനെയാണ് ഫ്രോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് മിസ്റ്റ് ആൻഡ് ഫോഗ്. മൂടൽമഞ്ഞ് എന്താണെന്ന് നോക്കാം. When the atmosphere gets cooled, the water vapor condenses to form tiny droplets of water and remains suspended in the lower atmosphere. Fog or mist is formed as a result of condensation of water vapor around tiny dust particles in the lower atmosphere. Fog and mist can be distinguished based on the range of visibility through them. അന്തരീക്ഷം തണുക്കുമ്പോൾ നീരാവി ഘനീഭവിച്ച് നേർത്ത ജലകണികകളായി അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ പൊടിപടലങ്ങൾ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിലാണ് മൂടൽമഞ്ഞുണ്ടാകുന്നത്. മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ചയെ അടിസ്ഥാനമാക്കി അവയെ നേർത്ത മൂടൽമഞ്ഞ് അഥവാ മിസ്റ്റ്, കനത്ത മൂടൽമഞ്ഞ് അഥവാ ഫോഗ് എന്നിങ്ങനെ തരംതിരിക്കാം. അഥവാ മിസ്റ്റ് എന്ന് പറഞ്ഞാൽ നേർത്ത മൂടൽമഞ്ഞും ഫോഗ് എന്ന് പറഞ്ഞാൽ കനത്ത മൂടൽമഞ്ഞും. ക്ലൗഡ്സ് മേഘങ്ങൾ. Clouds are formed as a result of condensation around the tiny dust particles in the atmosphere. The water droplets thus formed are less than 0.001 cm in diameter. This is why they remain suspended in the atmosphere. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിലൂടെയാണ് മേഘങ്ങൾ അഥവാ ക്ലൗഡ്സ് രൂപം കൊള്ളുന്നത്. ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികകളുടെ വലിപ്പം 0.001 സെൻറ്റിമീറ്ററിലും താഴെയാണ്. അതിനാലാണ് ഇവ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നത്.
We can see various types of clouds in the sky. Clouds can be classified based on their form as well as the height at which they are formed. ആകാശത്ത് വിവിധ തരം മേഘങ്ങൾ നമുക്ക് കാണാനാകും. മേഘങ്ങളെ അവയുടെ രൂപത്തിൻ്റെയും രൂപീകൃതമാകുന്ന ഉയരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കാം. Thin, delicate, feather-like clouds formed at very high altitudes are called cirrus clouds. അതായത് തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയർന്ന വിതാനത്ത് നേർത്ത തൂവൽ കെട്ടുകൾക്ക് സമാനമായി കാണുന്ന മേഘങ്ങളെയാണ് സിറസ് ക്ലൗഡ്സ് അഥവാ സിറസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നത്. സിറസ് മേഘം പിക്ചർ ശ്രദ്ധിക്കുക. Thick layered clouds usually formed in the lower atmosphere are called stratus clouds. താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി രൂപപ്പെടുന്ന മേഘങ്ങളെ സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നു. Cotton wool like clouds formed as a result of intense convection currents are called cumulus clouds. These clouds have great vertical development. ഉയർന്ന തോതിലുള്ള സംവഹന പ്രവാഹത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന പഞ്ഞിക്കെട്ടുകൾ പോലെയുള്ള മേഘങ്ങളെയാണ് ക്യുമുലസ് ക്ലൗഡ്സ് അഥവാ ക്യുമുലസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ മേഘങ്ങൾ ലംബ ദിശയിൽ കൂടുതൽ വ്യാപിച്ച് കാണപ്പെടുന്നു. ഡാർക്ക് റെയിൻ ബിയറിംഗ് ക്ലൗഡ്സ് formed in the lower part of the atmosphere are called nimbus clouds. The dark color is due to the concentration of water droplets which does not allow light to penetrate through them. താഴ്ന്ന വിതാനങ്ങളിൽ രൂപപ്പെടുന്ന ഇരുണ്ട മഴമേഘങ്ങളെ നിംബസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നു. സാന്ദ്രമായ ജലകണികകൾ സൂര്യപ്രകാശത്തെ കടത്തിവിടാത്തതിനാലാണ് ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നത്. The clouds mentioned above are not usually seen independently. Mostly we see the combinations of different types of clouds. Such clouds are called as cirrostratus, stratocumulus, cumulonimbus, nimbostratus, etc. മേൽ സൂചിപ്പിച്ച അതായത് നമ്മളിപ്പോൾ വായിച്ച മേഘങ്ങൾ ആകാശത്ത് പൊതുവെ സ്വതന്ത്രമായിട്ട് കാണപ്പെടാറില്ല. അതായത് ഇപ്പോൾ നമ്മൾ 4 മേഘങ്ങളുടെ കാര്യം പറയുമ്പോൾ 4 സ്വതന്ത്രമായിട്ട് കാണപ്പെടാറില്ല. വ്യത്യസ്ത തരം മേഘങ്ങളുടെ കൂടിച്ചേർന്ന അവസ്ഥയാണ് നമുക്ക് പലപ്പോഴും ദൃശ്യമാക്കുന്നത്. അതായത് ഈ മേഘങ്ങളെല്ലാം തന്നെ കൂടിച്ചേർന്നുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്നത്. ഇത്തരം മേഘങ്ങളെ സിറോസ്ട്രാറ്റസ്, സ്ട്രോറ്റോക്യുമുലസ്, ക്യുമുലോനിംബസ്, നിംബോസ്ട്രാറ്റസ് തുടങ്ങിയ പേരുകളിൽ വിളിക്കപ്പെടുന്നു. Watch the sky and try to distinguish the various types of clouds. Remember to note the season and time at which the different clouds appear. ആകാശം നിങ്ങൾ നിരീക്ഷിച്ചിട്ട് വ്യത്യസ്ത ആകൃതിയും സവിശേഷതകളുമുള്ള മേഘങ്ങളെ തിരിച്ചറിയാൻ ശ്രമിക്കണം. ഓരോ തരം മേഘങ്ങളെയും ദൃശ്യമാകുന്ന സമയവും കാലവും കുറിച്ചു വയ്ക്കുക കൂടി വേണം. As a result of continuous condensation, the size of water droplets within the clouds gradually increases. As the size of water droplets grows beyond the limit of resistance against gravity, water droplets will be released from the clouds and may fall on the earth in various forms. This is termed as precipitation. Rainfall, snowfall and hailstones are the different forms of precipitation. അതായത് പ്രസിപ്പിറ്റേഷൻ വർഷണം എന്നാൽ എന്താണ്? തുടർച്ചയായ ഘനീകരണത്തിലൂടെ മേഘങ്ങളിൽ ജലകണികകളുടെ വലിപ്പം കൂടി വരുന്നു. ഗുരുത്വാകർഷണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്ത അത്ര വലിപ്പമാർജിക്കുന്നതോടെ ജലകണികകൾ മേഘങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുകയും വ്യത്യസ്ത രൂപങ്ങളിൽ ഭൂമിയിൽ പതിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് വർഷണം അഥവാ പ്രസിപ്പിറ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഈ പ്രസിപ്പിറ്റേഷൻ്റെ അഥവാ വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴ വീഴ്ച തുടങ്ങിയവ. Rainfall is the common and familiar
മാനിഫെസ്റ്റേഷൻ ഓഫ് പ്രസിപ്പിറ്റേഷൻ വിച്ച് ഈസ് ഇൻ ദി ഫോം ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. അതായത് ജലത്തുള്ളികളായിട്ട് നമുക്ക് കൂടുതൽ അനുഭവപ്പെടുന്നത്, അങ്ങനെ അനുഭവപ്പെടുന്ന വർഷണ രൂപമാണ് മഴ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഫോൾസ് ബിലോ 0 degree Celsius in cold climatic regions as well as in temperature regions during winter. In such places, precipitation occurs in the form of tiny crystals of ice. This form of precipitation is called snowfall. ശൈത്യ കാലാവസ്ഥാ പ്രദേശങ്ങളിലും തണുപ്പുള്ള പ്രദേശങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥാ പ്രദേശങ്ങളിലെ ശൈത്യകാലത്തും അന്തരീക്ഷ താപനില 0 degree Celsius താഴെയായതിനാൽ വർഷണം അഥവാ പ്രസിപ്പിറ്റേഷൻ നേർത്ത ഹിമപരലുകളുടെ രൂപത്തിലാണ് ഉണ്ടാകുക. ഇതാണ് സ്നോഫോൾ അഥവാ മഞ്ഞുവീഴ്ച. The water droplets released from the clouds are subjected to repeated condensation at different levels of atmosphere. It reaches the earth in the form laid ice pellets. These are termed as hailstones. എന്താണ് hailstones അഥവാ ആലിപ്പഴ വീഴ്ച? മേഘങ്ങളിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട അഥവാ മോചിപ്പിക്കപ്പെട്ട ജലകണികകൾ അന്തരീക്ഷത്തിൻ്റെ വിവിധ തലങ്ങളിൽ വെച്ച് ആവർത്തിച്ചുള്ള ഘനീകരണത്തിന് വിധേയമാകുന്നതിനാൽ കണ്ടൻസേഷന് വിധേയമാകുന്നതിനാൽ പാളികളായി തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടകളുടെ രൂപത്തിൽ ഭൂമിയിലേക്ക് പതിക്കുന്നു. ഇതിനെയാണ് ഹെയിൽ സ്റ്റോൺസ് അഥവാ ആലിപ്പഴ വീഴ്ച എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് പേജ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈസ് ഹെയിൽസ്റ്റോൺ എ വിൻ്റർ ഫിനോമിന? ഇൻക്വയർ. ആലിപ്പഴം വീഴുന്നത് ശൈത്യ കാലാവസ്ഥയിലാണോ ഉണ്ടാകുന്നത് എന്നാണ് അന്വേഷിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. ആലിപ്പഴം വീഴുന്നത് സാധാരണ വേനലിൽ പെയ്യുന്ന മഴ ആ സമയത്താണ് സാധാരണ ആലിപ്പഴം വീഴുന്നത്. അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു. വാട്ട് ഈസ് ദി ഫോം ഓഫ് പ്രസിപ്പിറ്റേഷൻ മോസ്റ്റ് ഫെമിലിയർ ടു യു? നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായ വർഷണ രൂപം ഏതാണ്? പ്രസിപ്പിറ്റേഷൻ്റെ രൂപം ഏതാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? നമുക്ക് ഏറ്റവും പരിചയമുള്ളത് മഴയാണ്. ടൈപ്സ് ഓഫ് റെയിൻഫോൾ. മോയ്സ്ചർ ലാഡൻ വിൻഡ്സ് ഫ്രം ദി സീ എൻ്റർ ദി ലാൻഡ് ആൻഡ് വിൽ ബി ദി റൈസ്ഡ് അലോങ് ദി മൗണ്ടൻ സ്ലോപ്സ്. ദിസ് ലീഡ്സ് ടു കണ്ടൻസേഷൻ ആൻഡ് ഫോർമേഷൻ ഓഫ് റെയിൻ ക്ലൗഡ്സ് അലോങ് ദി windward slopes of mountains. Rainfall occurring in this manner is called orographic rainfall or relief rainfall. While the windward slopes of mountains get plenty of rainfall, the descending dry air makes the leeward sides rainless. Such regions are called rain shadow regions. കടലിൽ നിന്നും നീരാവി പൂരിതമായ കാറ്റ് കരയിൽ പ്രവേശിക്കുകയും, അതായത് നീരാവി നിറഞ്ഞ കാറ്റ് കരയിൽ പ്രവേശിക്കുകയും പർവ്വത ചെരുവുകളിൽ തട്ടി ഉയരുകയും ചെയ്യുന്നു. ഇത് കാറ്റിന് അഭിമുഖമായ പർവ്വതവശത്ത് ഘനീകരണത്തിനും അതായത് കണ്ടൻസേഷനും മഴമേഘങ്ങളുടെ രൂപീകരണത്തിനും ഇടയാക്കുന്നു. ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ പർവ്വതമഴ അഥവാ ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്ന് വിളിക്കുന്നു. കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ മറുവശങ്ങളിൽ താഴ്ന്നിറങ്ങുന്നത് വരണ്ട കാറ്റായതിനാൽ അവിടങ്ങളിൽ മഴ ലഭിക്കുന്നില്ല. ഇത്തരം പ്രദേശങ്ങളെ മഴ നിഴൽ പ്രദേശങ്ങൾ അഥവാ റെയിൻ ഷാഡോ റീജിയൻസ് എന്നാണ് വിളിക്കുന്നത്. പർവ്വതമഴ എന്താണെന്നും മഴ നിഴൽ പ്രദേശം എന്താണെന്നും മനസ്സിലായല്ലോ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. While Kerala receives southwest monsoon rains, the western parts of Tamil Nadu receives very little rainfall. Why? കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മഴ ധാരാളമായി ലഭിക്കുമ്പോൾ അയൽ സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ മഴ വളരെ കുറവായിരിക്കും. ഇതിന് കാരണം എന്താണ് ഇതിന് കാരണം? തമിഴ്നാടിൻ്റെ പടിഞ്ഞാറൻ മലനിരകൾ എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗാഡ്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണല്ലേ, അതായത് സഹ്യപർവ്വത നിരകളാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കൊണ്ടുവരുന്ന കാറ്റുകളെ തടയുകയും കിഴക്ക് ഭാഗത്തേക്ക് കൂടുതൽ മഴ ലഭിക്കാതെ വരികയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ തമിഴ്നാടിന് പ്രധാനമായിട്ടും ഈ തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൽ മഴ ലഭിക്കാത്തത്.
Haven't you noticed the occurrence of afternoon rains during summer season? This is due to convection process. Rainfall occurring in this manner are called convectional rainfall. അതായത് ഉഷ്ണകാലങ്ങളിലൊക്കെ വേനൽക്കാലത്തൊക്കെ ഉച്ചതിരിഞ്ഞുള്ള സമയങ്ങളിൽ മഴ ഉണ്ടാകുന്നുണ്ട്. അത് സംവഹന പ്രക്രിയയിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. അതായത് കൺവെക്ഷൻ പ്രോസസ്സിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന മഴയാണ് കൺവെക്ഷണൽ റെയിൻഫോൾ അഥവാ സംവഹന വൃഷ്ടി എന്ന് വിളിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇൻ ഇക്വട്ടോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസ് കൺവെക്ഷണൽ റെയിൻഫോൾ ഈസ് എ ഡിയൂർണൽ ഫിനോമിന. വൈ? ഭൂമധ്യരേഖ കാലാവസ്ഥ പ്രദേശങ്ങളിൽ ഏറെക്കുറെ എല്ലാ ദിവസവും സംവഹന വൃഷ്ടി ഉണ്ടാകുന്നു, കൺവെക്ഷണൽ റെയിൻഫോൾ ഉണ്ടാകുന്നു. ഇത് എന്തുകൊണ്ടാണ്? എന്താണ് കാരണം? ഇക്വറ്റോറിയൽ പ്രദേശങ്ങളിൽ സൂര്യൻ്റെ ശക്തമായ താപം കാരണം ഭൂമിയുടെ ഉപരിതലം ചൂടാകുന്നു. ഇത് നീരാവി രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ഈ ചൂടുള്ള ഈർപ്പമുള്ള വായു ഉയർന്നു തണുത്ത് മേഘങ്ങളായി മാറുകയും വൈകുന്നേരങ്ങളിൽ ശക്തമായ മഴ പെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ ദിവസവും മഴ പെയ്യുന്നു ഉച്ച കഴിഞ്ഞ്. As the convectional rainfall commonly occurs during afternoons, it is also called 4 o'clock rains. സാധാരണയായി ഉച്ച തിരിഞ്ഞാണ് ഇത്തരത്തിൽ മഴയുണ്ടാകുന്നത് എന്നതിനാൽ ഈ മഴയെ സംവഹന മഴയെ അഥവാ കൺവെക്ഷൻ റെയിൻഫോളിനെ 4 o'clock റെയിൻസ് അഥവാ 4 മണി മഴ എന്നും വിളിക്കാറുണ്ട്. In cyclonic systems where warm and cold air meet, the warm air will be raised up to cause condensation and rainfall. This type of rainfall is called cyclonic rainfall. As the boundary lines between warm and cold air masses are known as fronts, this type of rainfall are also called frontal rainfall. ഒരു സൈക്ലോണിക് സിസ്റ്റത്തിൽ അഥവാ ചക്രവാത വ്യവസ്ഥയിൽ ഉഷ്ണവായുവും ശീതവായുവും കൂടിച്ചേരുമ്പോൾ, വാം എയറും കോൾഡ് എയറും കൂടിച്ചേരുമ്പോൾ ഭാരം കുറഞ്ഞ ഈ ഉഷ്ണവായു ഉയർത്തപ്പെടുകയും തുടർന്ന് കണ്ടൻസേഷനും അഥവാ ഘനീകരണത്തിനും മഴയ്ക്കും കാരണമാകുകയും ചെയ്യുന്നു. ഇതാണ് സൈക്ലോണിക് റെയിൻഫോൾ അഥവാ ചക്രവാത വൃഷ്ടി. ഉഷ്ണശീതവായു സഞ്ചയങ്ങൾ സംയോജിക്കുന്ന അതിരുകളെ ഫ്രണ്ട് അഥവാ വാതമുഖങ്ങൾ എന്നാണ് വിളിക്കുന്നത്. വാം എയറും കോൾഡ് എയറും കൂടിച്ചേരുന്ന വാതമുഖങ്ങളെ ഫ്രണ്ട് എന്നാണ് വിളിക്കുന്നത് അഥവാ വാതമുഖങ്ങൾ. ടൊറൻഷ്യൽ റെയിൻ ആൻഡ് ക്ലൗഡ് ബസ്റ്റ്. Intense rainfall occurring at certain specific areas for a shorter duration is referred to as torrential rain. This may lead to flash floods and landslides if the amount of rainfall exceeds 10 cm per hour. It is considered as cloud burst. It is most common in mountainous regions. Meteorologists recognized that the landslides that occurred in Kavalappara and Puttumala in Kerala during 2019 were the result of torrential rain following cloud burst. Experts perceive the landslides of Mundakai and Churalmala in 2024 to be the result of cloud burst. അതിതീവ്ര മഴയും മേഘവിസ്ഫോടനവും, ടൊറൻഷ്യൽ റെയിൻ ആൻഡ് ക്ലൗഡ് ബസ്റ്റ്. ചില പ്രത്യേക പ്രദേശങ്ങളിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വൻതോതിൽ മഴയുണ്ടാകുന്ന പ്രതിഭാസത്തെയാണ് അതിതീവ്ര മഴ അഥവാ ടൊറൻഷ്യൽ റെയിൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് മിന്നൽ പ്രളയങ്ങൾക്കും ഉരുൾപൊട്ടലിനും കാരണമാകുന്നു. മണിക്കൂറിൽ 10 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാലാണ് മേഘസ്ഫോടനമായി കണക്കാക്കുന്നത്. മേഘവിസ്ഫോടനങ്ങൾ കൂടുതലും പർവ്വത മേഖലകളിലാണ് ഉണ്ടാകുന്നത്. 2019 കേരളത്തിലെ കവളപ്പാറ, പുത്തുമല പ്രദേശങ്ങളിൽ സർവനാശം വിതച്ച ഉരുൾപൊട്ടലുകൾ മേഘസ്ഫോടനം മൂലമുണ്ടായ അതിതീവ്ര മഴ കാരണമാണെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2024 മുണ്ടക്കൈ, ചൂരൽമല ഉരുൾപൊട്ടലുകളും മേഘസ്ഫോടന കാരണമാണെന്ന് കണക്കാക്കുന്നു.
You might have realized that every pulse on your earth is being sustained by the sun. You have also understood that the earth maintains a natural heat balancing system. Studies reveal that this balance is being disturbed due to abrupt change in the composition of the atmosphere. The following chapter discuss in detail the natural and anthropogenic causes for global climatic change. We must check the unscientific and non-sustainable human interventions to keep the delicate balance of the atmosphere so as to safeguard this living planet for generations to come. ജീവനുള്ള നമ്മുടെ ഭൂമിയിലെ സകല സ്പന്ദനങ്ങളെ നിലനിർത്തുന്നത് സൂര്യനാണെന്ന് മനസ്സിലായി. അതുപോലെ ഭൂമിക്കൊരു സ്വാഭാവികമായ താപ സന്തുലന സംവിധാനമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അന്തരീക്ഷത്തിൻ്റെ ഈ ഘടക സംരചനയിൽ ത്വരിത മാറ്റം ഉണ്ടാക്കുന്നതിലൂടെ, അതായത് വളരെ വേഗത്തിൽ ഈ അന്തരീക്ഷത്തിൻ്റെ ആ താപസന്തുലനത്തിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതിലൂടെ ഇതൊന്നും, അതായത് മേൽപ്പറഞ്ഞ താപസന്തുലനമൊന്നും സാധ്യമാകാതെ വരുന്നു എന്ന് പഠനങ്ങൾ വെളിവാക്കുന്നുണ്ട്. സ്വാഭാവികവും മനുഷ്യജന്യവുമായ കാരണങ്ങൾ കൊണ്ട്, അതായത് മനുഷ്യൻ്റെ കടന്നുകയറ്റങ്ങളും സ്വാഭാവികവുമായ കാരണങ്ങൾ കൊണ്ട് ആഗോള കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം സംബന്ധിച്ച് വരും അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അശാസ്ത്രീയവും പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്തതുമായ മനുഷ്യൻ്റെ ഇടപെടലുകൾ സ്വയം നിയന്ത്രിച്ച് അന്തരീക്ഷത്തിൻ്റെ ലോല സന്തുലനം നിലനിർത്തുക വഴി ഇനിയും തലമുറകൾക്ക് ഭീഷണിയില്ലാതെ ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ ജീവഗ്രഹത്തെ, അതായത് ഈ ഭൂമിയെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് കഴിയണം. ജിയോഗ്രഫി ഫസ്റ്റ് ചാപ്റ്റർ തീരുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉൾപ്പെടുത്താം.